നസ്കർ കൃത്യം 7 മാസം മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാലാ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത് കേവലം 20 വയസ്സ് മാത്രമുള്ള ദിയ പുളിക്കക്കണ്ടമാണ്. ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഒരു ചൈതന്യമുണ്ട്. നിഷ്കളങ്കമായി സംസാരിക്കുന്ന ഒരു കുട്ടി. ആ കുഞ്ഞിനോട് നമുക്കൊരു വാത്സല്യവും ഇഷ്ടവും തോന്നും. പക്ഷെ ആ കുഞ്ഞിനെ ഇത്രയും സുപ്രധാനമായൊരു കസേരയിൽ 20ാമത്തെ വയസ്സിൽ അവളുടെ പഠനം പൂർത്തിയാകുന്നതിന് മുൻപ് കയറ്റി ഇരുത്തുന്നത് രണ്ടഭിപ്രായമാണ് എല്ലാവർക്കും. ഉചിതമല്ല എന്നതായിരുന്നു എൻ്റെ അഭിപ്രായം. പുളിക്കക്കണ്ടത്തിൽ കുടുംബത്തോട് സാമാന്യം ഭേദപ്പെട്ട ബന്ധമുള്ള വ്യക്തി എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം ഞാൻ തുറന്നു പറയുകയും ചെയ്തിരുന്നു. ദിയാമോളുടെ സ്ഥാനാരോഹണം ആഘോഷമാക്കേണ്ടതില്ല, അത് അധികകാലം നിലനിൽക്കില്ല എന്ന് ഞാൻ അവരെ അറിയിച്ചിരുന്നു. അതുതന്നെ സംഭവിച്ചു. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്ന റെക്കോർഡോടെ ദിയാമോൾക്ക് 7 മാസം മാത്രമേ ആ കസേരയിലിരിക്കാൻ കഴിഞ്ഞുള്ളൂ. ആ കുഞ്ഞിൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ, അവളുടെ അഭിമുഖങ്ങൾ കാണുമ്പോൾ ഒക്കെ എനിക്കൊരു പ്രത്യേക വാത്സല്യം തോന്നാറുണ്ട്. നിഷ്കളങ്കവും സത്യസന്ധവുമായി സംസാരിക്കുന്ന നല്ല ഒരു കുഞ്ഞ് എന്ന ഒരു വാത്സല്യം. ഇന്നലെ അവൾ രാജിവെച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും അവളുടെ ഉത്തരത്തിൽ പ്രായത്തിനപ്പുറത്തേക്കുള്ള പക്വതയും ആ ഒരു ശാന്തതയും വ്യക്തമായിരുന്നു. എനിക്കറിയില്ല, നേതൃത്വം പറഞ്ഞ അനുസരിക്കാതെ എന്ന് പറഞ്ഞാൽ അത് വിപ്പ് ലംഘിച്ചാണ് കുറച്ച് കൗൺസിലേഴ്സ് പോയത്. അവരോട് തന്നെ ചോദിക്കണമായിരിക്കും. ഇല്ല, ഞാൻ പറയില്ല, നേതൃത്വം എപ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ UDFന്റെ ബാക്കിംഗ് എപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, കൗൺസിലറായിട്ട് വന്ന ചെയർപേഴ്സൺ ഒരു വലിയ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. എനിക്ക് അവസരം ഉണ്ടാക്കി തന്നതും UDF ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക കടപ്പാട് എനിക്ക് എപ്പോഴും അവരോട് കാണും. ആരെയും കുറ്റപ്പെടുത്താൻ അവളില്ല, ആർക്കെതിരെയും ആക്രോശിക്കാനും അവളില്ല. അവൾ 7 മാസം കൊണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ ആര്യ രാജേന്ദ്രനെ ഓർത്തു പോവുകയാണ്. 5 വർഷം കൊണ്ട് ഇനി ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ കഴിയാത്ത വിധം സ്വയം നാറുക മാത്രമല്ല, അരനൂറ്റാണ്ടായി ഭരിച്ചിരുന്ന നഗരസഭയിൽ BJPക്ക് ഭരണവും കാഴ്ചവെച്ചിട്ടാണ് ആര്യ രാജേന്ദ്രൻ ഇറങ്ങിപ്പോയത്. എന്നാൽ ദിയാമോൾ ഇറങ്ങിപ്പോകുമ്പോൾ അവളെ ഇഷ്ടപ്പെടുന്നവർ ഇനിയും അവൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ദിയാമോളുടെ രാജിയിൽ എനിക്ക് സന്തോഷമാണുള്ളത്. കാരണം 5 വർഷം ആ കുഞ്ഞ് പദവിയിലിരുന്നെങ്കിൽ അവളുടെ ഭാവി ഇരുട്ടിലാകുമായിരുന്നു. അവളുടെ പിതാവ് അടിമുടി രാഷ്ട്രീയക്കാരനായതുകൊണ്ട് മകളെ അതിലേക്ക് വലിച്ചിഴച്ചതാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ പഠനവും കരിയറും ഒക്കെ ഇരുട്ടിലാക്കുന്നതായിരുന്നു ആ തീരുമാനം സ്വാഭാവികമായി തിരുത്തപ്പെട്ടു. ഇനി അവൾ പഠനത്തിലും മറ്റും തൽക്കാലം ശ്രദ്ധിക്കട്ടെ, കൗൺസിലർ എന്ന ജോലിക്കൊപ്പം. ദിയാമോളെ നഗരസഭാധ്യക്ഷയെ തിരഞ്ഞെടുത്തപ്പോൾ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിലെ പ്രധാന ഭാഗം ഇങ്ങനെയായിരുന്നു: 21 വയസ്സിൽ സ്വന്തം കരിയർ വളർത്തിയെടുക്കാനാണ് ഏതൊരു ചെറുപ്പക്കാരനും ശ്രമിക്കേണ്ടത്. ആ സമയത്ത് പാർട്ട് ടൈമായി രാഷ്ട്രീയം കളിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ മുഴുവൻ സമയ ഉത്തരവാദിത്വം ആവശ്യമുള്ള ഒരു നഗരസഭാ ചെയർപേഴ്സൺ പദവിയിലേക്ക് പോകുമ്പോൾ കരിയറിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഈ രാഷ്ട്രീയ കരിയർ എത്ര കാലമെന്ന് ഉറപ്പില്ലാതിരിക്കുമ്പോൾ വ്യക്തിപരമായി അതൊരു നഷ്ടമായി മാറും. മാത്രമല്ല, നഗരസഭയുടെ ഭരണം പോലെ പക്വതയാർന്ന തീരുമാനങ്ങൾ എടുക്കാൻ മറ്റാരുടെയെങ്കിലുമൊക്കെ സഹായം ആവശ്യമായി വരും. മറ്റുള്ളവർ സഹായിക്കുന്നത് അവർക്ക് വേണ്ടിയാവും, ദിയയ്ക്ക് വേണ്ടിയാവില്ല. അതുകൊണ്ട് ദിയയുടെ തീരുമാനങ്ങൾ ഒരുപക്ഷെ നഗരസഭയുടെ പൊതു താല്പര്യത്തിന് എതിരായി വരാം. പക്വതയില്ലാത്ത പ്രായത്തിൽ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ ഭരണ ചുമതല ഏൽപ്പിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആര്യ രാജേന്ദ്രൻ. പതിറ്റാണ്ടുകളെ തിരുവനന്തപുരം നഗരം ഭരിക്കുന്ന CPMന് ആ ഭരണം നഷ്ടപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറിയത് ആര്യയുടെ പക്വതക്കുറവും അഹങ്കാരവുമാണ്. അത്തരമൊരു പക്വതയില്ലായ്മയിലേക്കും അഹങ്കാരത്തിലേക്കും ദിയമോൾ നയിക്കപ്പെടാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. പാലായിൽ വലിയ സ്വാധീനമുള്ള കുടുംബമാണ് പുളിക്കക്കണ്ടം. 3 വാർഡിലായി ദിയയും ദിയയുടെ പിതാവ് ബിനുവും ബിനുവിൻ്റെ സഹോദരൻ ബിജുവും മത്സരിക്കുന്നു. 3 പേർക്കും സ്വാധീനമുള്ളതുകൊണ്ട് UDF അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താതെ പിന്തുണ കൊടുക്കുന്നു. അങ്ങനെ 3 പേരും ജയിക്കുന്നു. ആകെയുള്ള 26 സീറ്റിൽ 14 സീറ്റ് കിട്ടുന്നവർക്കാണ് ഭരിക്കാൻ കഴിയുന്നത്. കേരള കോൺഗ്രസിന്റെ 10ഉം CPMന് 2ഉം കൂട്ടി ഇടതുമുന്നണിക്ക് 12 സീറ്റാണ്. ദീർഘകാലമായി കേരള കോൺഗ്രസ് ആണ് പാലാ നഗരസഭയുടെ ഭരണമെന്ന് ഓർക്കണം. എന്നാൽ 2 സീറ്റിന്റെ കുറവ് വന്നു. 3 സീറ്റ് പുളിക്കക്കണ്ടം ഗ്രൂപ്പിന് കിട്ടിയതോടെ അവരുടെ പിന്തുണയോടെ വേണമെങ്കിൽ ഭരിക്കാമായിരുന്നു. പക്ഷെ 6 സീറ്റ് നേടിയ കോൺഗ്രസ് പാർട്ടിയും 3 സീറ്റ് നേടിയ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും റിബലായി മത്സരിച്ച് ജയിച്ച കോൺഗ്രസുകാരിയും ഉൾപ്പെടെ 10 സീറ്റും മാണി സി കാപ്പന്റെ പാർട്ടിക്ക് കിട്ടിയ 1 സീറ്റും ഉൾപ്പെടെ UDFന് കിട്ടിയ 11 സീറ്റിനൊപ്പം ഈ 3 സീറ്റ് കൂടി ഉൾപ്പെട്ടതോടെ 14 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വന്നു. അന്ന് പക്ഷേ 3 സീറ്റ് നേടിയ പുളിക്കക്കണ്ടം ഫാമിലിക്ക് ആദ്യം തന്നെ നഗരസഭാധ്യക്ഷ പദവി വേണമെന്ന് ശാഠ്യമായി.
വാസ്തവത്തിൽ 20 വയസ്സുള്ള ദിയാമോളെ ആ പദവിയിൽ ഇരുത്താൻ പിതാവ് നിർബന്ധം പിടിക്കരുതായിരുന്നു. പകരം UDF-നെ പിന്തുണച്ച് അവസാനത്തെ 1-2 വർഷം തങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. കോളേജ് വിദ്യാഭ്യാസം പോലും പൂർത്തിയാവാത്ത ആ പെൺകുട്ടിയെ മുമ്പിൽ നിർത്തി പുളിക്കക്കണ്ടം ബ്രദേഴ്സ് വിലപേശിയപ്പോൾ സംഭവിച്ചത് സ്വാഭാവിക ദുരന്തമാണ്. ദിയാമോൾ ഒരു പാവം നല്ല കുട്ടിയായതുകൊണ്ട് തന്നെ ഭരിച്ചത് പിതാവ് ബിനു ആയിരുന്നു. ഇതിനു മുമ്പ് CPM-ന്റെയും BJP-യുടെയും ഒക്കെ ബാനറിൽ വിജയിച്ചു വന്നിട്ടുള്ള ബിനു ഇരുമുന്നണികളിലെയും സ്ഥിരം വഴക്കാളി കൂടിയായിരുന്നു. കേരള കോൺഗ്രസ് കൗൺസിലറെ തല്ലി എന്ന് പറഞ്ഞാണ് ഇടതുമുന്നണി വിട്ട് വീണ്ടും പുറത്തേക്ക് പോവേണ്ടി വന്നത്. ആ ബിനുവിന്റെ മകൾ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആകുമ്പോൾ സ്വാഭാവികമായും മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ബിനു ആകുമെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തങ്ങൾ 3 പേർ മാത്രമാണുള്ളത്, ബാക്കി 10 പേരും പുറത്താണ് എന്ന ചിന്തയില്ലാതെ ഏകപക്ഷീയമായി അവിടെ ഭരണം നടത്തി എന്നാണ് കോൺഗ്രസ് അംഗങ്ങൾ പഴിക്കുന്നത്. നിസ്സാരമായ ചില പ്രശ്നങ്ങൾ അവിടെ ഊതി ഉറപ്പിക്കപ്പെട്ടു. പാലായിലെ കൊട്ടാരമറ്റം സ്റ്റാൻഡിന്റെ മുമ്പിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലേക്ക് മാറ്റിയതാണ് തർക്കത്തിന് കാരണമായത്. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കുട്ടികൾ അൽഫോൻസ കോളേജിലേക്കും സെന്റ് തോമസ് കോളേജിലേക്കും നടന്നു പോകുന്ന വഴിയാണ്. അവിടെ കൺജഷൻ ആയതുകൊണ്ട് തന്നെ പരാതി ഉണ്ടായപ്പോൾ എങ്കിൽ പിന്നെ ഓട്ടോ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലേക്ക് മാറ്റാൻ സ്ഥലം കൗൺസിലർ നിർദ്ദേശിച്ചത് പുളിക്കക്കണ്ടം സഹോദരന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് വലിയ തർക്കമായി മാറുന്നു. അതിനിടയിലാണ് DYFI ജില്ലാ സമ്മേളനത്തിന് പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് അടച്ച് നഗരസഭ അവസരമൊരുക്കി കൊടുത്തത്. നഗരസഭാ കൗൺസിൽ ചേർന്ന് തീരുമാനമെടുക്കാതെ DYFI സമ്മേളനത്തിന് ബസ് സ്റ്റാൻഡ് അടച്ച് വിട്ടുകൊടുത്തത് പ്രതിഷേധത്തിനിടയാക്കി. ഈ തർക്കങ്ങൾക്കൊടുവിലാണ് പിന്തുണ പിൻവലിക്കാൻ കോൺഗ്രസ് അംഗങ്ങൾ തീരുമാനിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി ഇടപെട്ട് വിപ്പ് കൊടുത്ത് നിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും 6 പേരിൽ 4 അംഗങ്ങൾ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കുകയായിരുന്നു. അങ്ങനെ ദിയാ പുളിക്കക്കണ്ടത്തിന് 7 മാസം കൊണ്ട് നഗരസഭാധ്യക്ഷ പദവിയിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നു. ഇനി ഒരു പക്ഷേ ഇവരെ പുറത്തേക്ക് ഇറക്കി വിട്ട അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന ഇടതുമുന്നണിയുടെ പിന്തുണയോടെ ഇവർ ഭരിച്ചെന്ന് വരാം, അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ഭരിക്കാൻ ഇവർ പിന്തുണ കൊടുത്തെന്ന് വരാം. എന്തായാലും മൂക്കാതെ പഴുത്താൽ എന്ത് സംഭവിക്കും എന്നതിന് ഉദാഹരണമായി മാറുന്നു ദിയയുടെ ഈ ഹ്രസ്വകാല ജീവിതം. മക്കളെ തല്ലിപ്പഠിപ്പിക്കുന്നത് പോലെ ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ്. പഠിക്കേണ്ട പ്രായത്തിൽ അവർക്ക് താങ്ങാൻ കഴിയാത്ത ഭാരം തലയിൽ വെച്ച് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ പദവിയിലെത്തിച്ച് നടത്തിയ ഈ നാടകവും അത് ആ കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ടി ദൈവമായി തിരുത്തിയതാണ് എന്ന് കരുതിയാൽ മതി.